ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് കലാലയങ്ങളിലാണ്. അതിൽ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ സ്കൂളുകളും വലിയ രീതിയിൽ ഓണം ആഘോഷിക്കുകയുണ്ടായി. കേരള തനിമയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ സ്കൂൾ വിദ്യാർത്ഥികൾ ആഘോഷങ്ങൾ കളറാക്കി. വിഭവ സമൃദ്ധമായ സദ്യ അതുണ്ടായിരുന്നു. അത് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഓണം പടിവാതിക്കൽ എത്തി നിൽക്കെ ഓണാഘോഷം പൊടി പൊടിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ ഈ സ്കൂളിലെ ഓണാഘോഷ വൈബിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഓണം ഡ്രസ്സിലത്തെ കുറെ സുന്ദരികൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഊഞ്ഞാലുണ്ട്. അപ്പോൾ അവരുടെ ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. പാട്ട് പാടാൻ റെഡി അല്ലേ? അപ്പോൾ പാട്ട് പാടിക്കോ. ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ കഴുകാനായി കുളിക്കാറ്റും കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കുടിയൂറും മാരിക്കാറും. തൂശനിലയിൽ സദ്യ കഴിക്കാതെ മലയാളിക്ക് എന്ത് ഓണാഘോഷം? ഈ കാണുന്ന ചേട്ടന്മാർക്കൊപ്പം ഇവിടുത്തെ അധ്യാപകരും മാതാപിതാക്കളും ഉൾപ്പെടെയാണ് ഈ സദ്യ തയ്യാറാക്കിയത്. എന്റെ മോനെ, ഒരു രക്ഷയില്ല. സ്കൂളിലെ ഓണാഘോഷം എന്ന് പറയുന്നത് പുലിക്കളിയും ഡാൻസുമായി ആകെ ഈ കാണുന്ന വൈബായിരുന്നു. അപ്പൊ നമുക്കൊരു ആർപ്പോ വിളിച്ചാലോ? ആർപ്പോ! അപ്പോ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ആഘോഷത്തിന്റെ ഇടയിൽപ്പെട്ട് പരിക്കുകളൊന്നുമില്ലാതെ രാഹുൽ സുരേഷ് തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ട്, എത്തിയിട്ടുണ്ട്. ഓക്കെ.